ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. ഞാനിപ്പോൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. വെയിറ്റ് ലോസ് ചലഞ്ചിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ DM ചെയ്യുക എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് കുറേ പേര് ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്തു. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു പേഴ്സണലി. എനിക്ക് PCOD ഉണ്ട്, വെയിറ്റ് കുറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതേപോലെ തന്നെ തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ട്, പിന്നെ PCODക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരുമോ എന്നൊക്കെ ചോദിച്ച്. പിന്നെ അങ്ങനെ കുറേ പേര് എനിക്ക് എൻ്റെ അടുത്ത് ഒരു വിഷമമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു പീരീഡിൽ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാനും. ഞാനൊരു PCOD പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ PCOD ടൈം പീരീഡിൽ ഞാൻ എന്തൊക്കെ ഡയറ്റാണ് ചെയ്തത്, എന്തൊക്കെ എക്സസൈസ് ആണ് ചെയ്തത്, അതേപോലെ ഞാൻ എങ്ങനെ PCOD റിക്കവർ ചെയ്തു. പിന്നെ എനിക്ക് ഒരു കുഞ്ഞുണ്ടായി. 4 ഇയേഴ്സ് കല്യാണം കഴിഞ്ഞിട്ട് 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് അവനുണ്ടായത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അതൊക്കെ റിക്കവർ ചെയ്ത് പ്രഗ്നൻ്റ് ആയത് എന്നൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന് ഞാൻ ഓർത്തു യൂട്യൂബിൽ. അപ്പോൾ നമുക്ക് ആദ്യം PCOD എന്താണെന്ന് അറിയണമല്ലേ. PCOD ഫുൾ നെയിം എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നാണ് PCODക്ക് പറയുന്നത്. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ സ്ത്രീകളുടെ അണ്ടാശയത്തിൽ, അതായത് ഓവറിയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ആ സിസ്റ്റിനെയാണ് PCOD എന്ന് പറയുന്നത്. ഓവറിക്ക് ചുറ്റും അടിഞ്ഞു കൂടിയിരിക്കുന്ന സിസ്റ്റിനെയാണ് PCOD എന്ന് പറയുന്നത്. അതൊരു ഗ്രൂപ്പ് ഓഫ് സിസ്റ്റ് ആകുമ്പോൾ അതിനെ PCOS എന്ന് പറയുന്നു. അപ്പോൾ ഈ PCOD എങ്ങനെയാണ് നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫ് സ്റ്റൈല്. ഇപ്പോൾ PCOD ഉണ്ടാകുന്ന ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്, നമ്മൾ മെൻസസ് ആയി കഴിഞ്ഞതിന് ശേഷം മെനോപോസ് എത്തുന്നിടം വരെ ആ ഒരു ഏജ് ലിമിറ്റിലാണ് കൂടുതലും PCOD കണ്ടെത്തുന്നത്. അതായത് ഒരു 50 to 14 ഇയേഴ്സിൻ്റെ ഇടയ്ക്കാണ് 14 ഇയേഴ്സ് ഇടയ്ക്കുള്ള കുട്ടികൾ, ആ ഒരു ഏജ് ലിമിറ്റിലാണ് ധാരാളം PCOD പേഷ്യൻസിനെ കാണുന്നത്. അപ്പോൾ നമുക്കിത് PCOD ഉണ്ട് എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിൽ ധാരാളം ഫേഷ്യൽ ഹെയർസ് ഉണ്ടാകും. ഇപ്പോൾ താടിയിലാണെങ്കിലും അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ മുഖത്താണെങ്കിലും ഒക്കെ ധാരാളം ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ധാരാളം പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും. ഇപ്പോൾ കഴുത്തിന് ചുറ്റുമാണെങ്കിലും ഫേസൊക്കെ നമ്മുടെ ഉള്ള ആ കളറ് ധാരാളം പിഗ്മെൻറ്റേഷൻ ആയിട്ട് ഡാർക്ക്നെസ് വരും. അതേപോലെ നമുക്ക് നല്ലപോലെ മുടി കൊഴിച്ചിൽ, ഹെയർ ഫാൾ ഉണ്ടാകും. പിന്നെ ഇറഗുലർ ആയിട്ടുള്ള മെൻസസ് ആയിരിക്കും, അല്ലെങ്കിൽ മെൻസസ് സ്റ്റോപ്പ് ചെയ്യാത്ത ആ ഒരവസ്ഥ, കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഓവർ ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് PCOD പേഷ്യൻസ് ഫേസ് ചെയ്യുന്നതായിരിക്കാം. ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു നല്ലപോലെ. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ആയിട്ടുള്ള ആ ഒരു പിഗ്മെൻറ്റഡ് ഫേസ് പോലെ വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ പലർക്കും പല ബുദ്ധിമുട്ടുകളായിരിക്കും. ചിലർക്ക് ആക്നെ ആയിരിക്കും. അങ്ങനെ പലർക്കും പല ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പോൾ എന്താന്ന് വെച്ചാൽ, നമ്മൾ PCODയുടെ ആ ഒരു ഇത് തരണം ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. കൂടുതലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നം PCOD എന്നുള്ളൊരു അസുഖം ഉണ്ടാകുന്നത്. കാരണം നമ്മൾ എഴുന്നേൽക്കുന്നത് പല ടൈമിൽ, നമുക്കൊരു ചിട്ടയില്ലാത്ത നമ്മുടെ ആ ഒരു ജീവിത രീതി കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് PCOD. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് രാവിലെ ഒരു 6 മണിക്ക് എണീക്കുക, അതേപോലെ 8 മണിക്കുള്ളിൽ ഫുഡ് കഴിച്ച് മാറുക, അതേപോലെ ഒരു 10 മണിക്ക് കിടന്നുറങ്ങുക. ആ ഒരു ചിട്ടയായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ വരണം. അതേപോലെ തന്നെ ഒരു ഹെൽത്തി ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് റൈസ്, നമ്മൾ കേരള ഫുഡിൽ നമ്മൾ ഇന്ത്യൻകാർക്ക് ചോറ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് അല്ലേ. എല്ലാവർക്കും ഫസ്റ്റായിട്ട് ചോറ് ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കുക, അത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അതിൽ ഒരു 1/4 ഭാഗം, 1 കപ്പ് ചോറാക്കുക. അങ്ങനെ ഈക്വലി ഡിവൈഡ് ചെയ്യുക. 1 കപ്പ് ചോറ്, ഫൈബർ, ന്യൂട്രിയൻസ്, പ്രോട്ടീൻ, അങ്ങനെ ആ ഒരു രീതിയിൽ വരിക. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻ അധികരിപ്പിക്കുക. അതാണ് നമ്മുടെ ഡയറ്റ്. അപ്പോൾ ചോറ് 1 കപ്പ് ആക്കുക. അതേപോലെ പ്രോട്ടീൻ ആയിട്ടുള്ള സോയ പ്രൊഡക്ട്സ്, ഡയറി പ്രൊഡക്ട്സ്, എഗ്ഗ്, മിൽക്ക്, അങ്ങനെ പ്രോട്ടീൻ ധാരാളം, ചിക്കൻ, ഫിഷ്, അതൊക്കെ നമ്മുടെ ഫുഡിൽ ധാരാളം അധികരിപ്പിക്കുക. ഫൈബർ ആയിട്ടുള്ള ഗോതമ്പ്, അതേപോലെ ഓട്സ്, ചിയാ സീഡ്, അങ്ങനെയുള്ള ഫുഡുകൾ അധികരിപ്പിക്കുക. പിന്നെ ഹെൽത്തി ഫാറ്റ് ആയിട്ടുള്ള കാഷ്യൂനട്ട്, ആൽമണ്ട്, ഫിഗ്, അതേപോലെ അങ്ങനെയുള്ള ഫുഡുകളും ധാരാളം കഴിക്കുക.
അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എപ്പോഴും കുറച്ചേ കഴിക്കാവുള്ളൂ. ബാക്കി ലീഫി വെജിറ്റബിൾസ് അധികരിപ്പിക്കുക. ലീഫി ചീര, മുരിങ്ങയില അങ്ങനെയുള്ള ഫൈബർ, ന്യൂട്രിയൻസ് ഒക്കെ ധാരാളം ഫുഡിൽ അധികരിപ്പിക്കുക. അതേപോലെ തന്നെ അവോയ്ഡ് ആക്കേണ്ട ഫുഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വൈറ്റ് പ്രൊഡക്ട്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക. റൈസ്, വൈറ്റ് ബ്രെഡ്, ഷുഗർ, പാസ്ട്രി, കേക്ക് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക. പ്ലെൻറ്റി ഓഫ് വാട്ടേഴ്സ്, ഒരു ഡെയിലി 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് കുടിക്കുക. ഒറ്റ ഇതിലല്ല കുടിക്കേണ്ടത്, ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കാനായിട്ട് നോക്കുക. മാക്സിമം എക്സസൈസ് ചെയ്യുക. ഡെയിലി ഒരു 20 മിനിറ്റ്സ് എങ്കിലും എല്ലാവരും നടക്കുകയോ അതേപോലെ തന്നെ ട്രെഡ്മില്ലിലോ ഓടുകയോ അങ്ങനെയുള്ള എക്സസൈസ്. പിന്നെ ഹൈ ഇൻറ്റൻസിറ്റിയിലല്ലാത്ത ലോ ഇൻറ്റൻസിറ്റി എക്സസൈസ് മാത്രമേ PCOD പേഷ്യൻസ് ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ട് കോർട്ടിസോൾ അധികരിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും ചെറിയ രീതിയിലുള്ള എക്സസൈസ് മാത്രം ചെയ്യുക. നടക്കുക, വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അങ്ങനെ ഒരു 20 മിനിറ്റ് എങ്കിലും മാക്സിമം എല്ലാവരും എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ ലാഗ് അടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതേപോലെ തന്നെ നമ്മൾ PCOD ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ് ഇല്ല, ഡയറ്റ് ഇല്ല, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തില്ല, വീണ്ടും പഴയതുപോലെ ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന സെക്കൻഡ് ഡിസീസാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അപ്പോൾ അതിന് നമ്മൾ അതിനുള്ള ടാബ്ലറ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ അത് കഴിഞ്ഞ് ഒട്ടനവധി രോഗങ്ങളായിട്ട് മാറും. ഹൈ ബ്ലഡ് പ്രഷറായിട്ട് മാറും, പിന്നെ കൊളസ്ട്രോൾ വരും, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ നമ്മൾ മാക്സിമം PCODനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കണം. എല്ലാവരും ഹെൽത്തി ഡയറ്റ് എടുത്ത് എക്സസൈസ് എടുത്ത് മാക്സിമം ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്ത് PCODനെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് നോക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ PCODനെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നാളെ പിന്നെ ഇനിയുള്ള വീഡിയോസ് എൻ്റെ ഡയറ്റ്, PCODക്കാർക്കുള്ള പ്രത്യേകം ഡയറ്റുകളും എക്സസൈസുകളും അതേപോലെ തന്നെ എങ്ങനെയാണ് PCOD റിക്കവർ ചെയ്യേണ്ടത്, സ്പെഷ്യൽ റെസിപ്പീസ് എല്ലാം ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.